ഇന്നലെ രാത്രി വാഴ 2 കാണാൻ പോയി. രാത്രി 10:15 ഷോ ആയിരുന്നിട്ട് കൂടി തിയേറ്റർ ഫുള്ളായിരുന്നു. അതിലും രസം ടീനേജ് പിള്ളേരാണ് അവിടെ 80% ഉണ്ടായിരുന്നത് എന്നതാണ്. അവരുടെ ഉള്ളിൽ പ്രകടിപ്പിക്കാനാവാതെ മറഞ്ഞു കിടന്നിരുന്ന രോഷവും ദേഷ്യവും വിഷമങ്ങളും ഒക്കെ സിനിമയുടെ ഓരോ പഞ്ച് ഡയലോഗ് വരുമ്പോഴും അവർ ഉച്ചത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. കൈയടിച്ചും പൊട്ടിച്ചിരിച്ചും അവർ സിനിമയുടെ ഓരോ കഥാപാത്രത്തെയും നെഞ്ചിലേറ്റിയപ്പോൾ സിനിമയുടെ ഒരു ഭാഗം കണ്ണുകളെ ഈറനണിയിക്കുക കൂടി ചെയ്തു. പക്ഷെ 3 മണിക്കൂർ നീണ്ട സിനിമ കഴിഞ്ഞ് 1:10 തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എൻ്റെ ഉള്ളിൽ കുറേ ചോദ്യങ്ങൾ നിറഞ്ഞു നിന്നു. ഇത് സഹോദരങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന സിനിമയോ അതോ മാതാപിതാക്കളും അധ്യാപകരും കുട്ടികളെ ഏതവസ്ഥയിലും മനസ്സിലാക്കി കൂടെ നിർത്തണം എന്ന സന്ദേശം നൽകുന്ന സിനിമയോ? ഇനി ഇഷ്ടപ്പെടാത്ത അധ്യാപകരെ കയ്യേറ്റം വേണമെങ്കിലും ചെയ്യാം എന്ന ആഹ്വാനമോ അതോ മദ്യവും മയക്കുമരുന്നും ഏത് കുട്ടി ഉപയോഗിച്ചാലും അതിനെല്ലാം ഉത്തരവാദികൾ മാതാപിതാക്കളോ അധ്യാപകരോ അതുമല്ലെങ്കിൽ ചീത്ത കൂട്ടുകെട്ടുകളോ ആണെന്ന ഒരു എക്സ്ക്യൂസ് ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ കൊച്ചു കേരളത്തിലെ മയക്കുമരുന്ന് കടത്ത് തടയാൻ ശ്രമിക്കാതിരിക്കലോ? എന്തിലും കാണുന്ന 2 വശങ്ങൾ ഈ സിനിമയിൽ ഞാൻ കാണുന്നുണ്ടെങ്കിലും ബന്ധങ്ങളാണ് എന്നെന്നും കൂടെ ഉണ്ടാവുന്നത്, ദുശീലങ്ങളല്ല എന്ന സന്ദേശം അതേപടി ഏറ്റെടുത്തവരായിരിക്കാം ഈ സിനിമയെ വിജയിപ്പിച്ചത് എന്ന ശുഭപ്രതീക്ഷയും കൊണ്ട് ഞാനൊരു ദീർഘനിശ്വാസത്തോടെ വീട്ടിലെത്തി ഉറക്കത്തിലേക്ക് വഴുതി വീണു. നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇനിയും എന്തൊക്കെയാണാവോ നടക്കാനിരിക്കുന്നത്? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? എന്തൊക്കെയാണ് നടക്കുന്നത്? പിള്ളേര് വല്ലാണ്ടങ്ങ് വളർന്നു. മൊത്തം കുഴപ്പമാണല്ലോടാ. പ്രേമത്തിൽ തുടങ്ങിയ കുഴപ്പങ്ങളാണ് ഇതൊക്കെ. പ്രേമത്തിന് കുഴപ്പം? പ്രേമത്തിനല്ല, പ്രേമത്തിന് ശേഷമാണ് കുഴപ്പം തുടങ്ങിയത്. പ്രേമത്തിന് ശേഷം കുഴപ്പം? വെറുതെ അനാവശ്യം പറയാൻ. ഇനി മേല അവന്മാരുടെ കൂടെ ഉള്ള കൂട്ട് വേണ്ട. നിനക്കൊക്കെ അവന് ചേട്ടനാരാന്നറിയോ? ഇത്തിരി ലഹരിയൊക്കെ ഒന്ന് നോണേട്ടെ. അഞ്ചാവ് ചെറുക്കൻ്റെ ഉച്ച കയറി